അറബ് രാജ്യങ്ങൾക്ക് വീണ്ടും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനാണ് അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്കുള്ള സഹായങ്ങൾ ഏതെങ്കിലും തരത്തിൽ നൽകിയാൽ തീർച്ചയായിട്ടും ശത്രുപക്ഷമായി കണ്ടുകൊണ്ട് ആ മേഖല ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് അറബ് രാജ്യങ്ങൾക്ക് നൽകിയത്. അതിൻ്റെ കാര്യം പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങളോട് അവരുടെ സൈനിക താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഒരിക്കൽ ഇറാഖിൽ നിന്ന് ഇതേ ആക്രമണം ഉണ്ടായി. അത് അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നാണ്. അവിടേക്ക് 3 മിസൈലുകൾ പ്രതിരോധം തീർത്തുകൊണ്ട് വന്നതിനോടനുബന്ധിച്ച് ആ മേഖലയിൽ നിന്ന് ഏറെക്കുറെ അക്രമ പരിപാടികൾ നിർത്തിവെച്ചതായിരിക്കുന്ന റിപ്പോർട്ട് ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം, ഈ മേഖല അറേബ്യൻ മേഖല കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണുള്ളത്. അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ചെങ്കടലുമായി ബന്ധപ്പെട്ടും മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഇറാൻ വലിയ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി അതേ പ്രദേശത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പും അല്ലെങ്കിൽ ഒരു ഭീഷണിയുമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് വന്നിരിക്കുന്നത്.